ആഭ്യന്തരമായ സംഘർഷങ്ങളിലേക്ക് ഇനി കൂടുതൽ പോകാനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. അല്ലെങ്കിൽ മതപരമായ ചേരിതിരിവിലേക്ക് ഇവിടെ ഇനി പോകാൻ സാധ്യത തൽക്കാലം കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം മതബിംബങ്ങളൊക്കെ ഇതിലെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൂടി കൃത്യമായി ആവർത്തിച്ച് പറയുന്നത് ഈ ഐക്യത്തെക്കുറിച്ച് തന്നെയാണ്. ഈ ഐക്യത്തിൻ്റെ ശക്തി കാണിക്കാൻ വേണ്ടിയാണ് ഇനി അങ്ങോട്ട് നമുക്ക് തുറന്നു പറയാമല്ലോ. ഈ വാർത്താ സമ്മേളനങ്ങളിൽ ഓരോ ദിവസവും സംഘർഷ ദിവസമുള്ള വാർത്താ സമ്മേളനങ്ങളിൽ 3 മതവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്നവർ തന്നെ സേനാ ഓഫീസർമാരായി വന്നിരുന്നു എന്നത് യാദൃച്ഛികതയല്ല. ആ 3 സേനാ ഓഫീസർമാർ ആ നിലയ്ക്ക് വരുന്നു. വിക്രം മിസ്ത്രി എന്ന് പറയുന്നത് ഒരു കാശ്മീരി പണ്ഡിറ്റ് കൂടിയാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരാളെ തന്നെ അവിടെ അവതരിപ്പിക്കുന്നു. അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അദ്ദേഹത്തെയാണ് ഇപ്പോൾ വട്ടം ചേർന്ന് ഈ ഹൂളിഗൻസ് എല്ലാം കൂടി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ കൃത്യമായി ഒരു പദ്ധതി തന്നെ ആ കാര്യത്തിൽ ആദ്യം മുതൽ വെൽ ഡിസൈൻഡ് ആയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ പക്വതയോടെ സൈന്യം ഈ വിഷയത്തോട് പ്രതികരിച്ചു. ഈ വിക്രമശ്രീയുടെയൊക്കെ വാർത്താ സമ്മേളനങ്ങൾ അളന്നു മുറിച്ച വാർത്താ സമ്മേളനങ്ങളായിരുന്നു. ആ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി ചെയ്തെങ്കിലും ഈ ശോഭ കെടുത്തിയത് ഇന്ത്യൻ മാധ്യമങ്ങളുടെ ചില പരിപാടിയാണ്. കാരണം നമുക്കറിയാമല്ലോ, ഈ പാകിസ്ഥാൻ ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഒരു തെളിവും മുന്നോട്ട് വയ്ക്കാനില്ലായിരുന്നു. ഇന്ത്യക്കെതിരെ വലിയ ആക്രമണം നടത്തി എന്ന് പറയുന്നു. ഇന്ത്യയെ പലതരത്തിൽ പരിഹസിക്കുന്നു. പരിഹസിക്കാൻ അവർ എടുത്തുകൊണ്ടുവന്നത് എന്തൊക്കെയാണ്? ഈ ഹിന്ദി ഉറുദു ചാനലുകളിൽ നിന്നുള്ള ഇംഗ്ലീഷ് ചാനലുകളിൽ നിന്നൊക്കെയുള്ള വീഡിയോ ക്ലിപ്പുകൾ എടുത്തു വെച്ചിട്ടാണ് ഇന്ത്യയെ അവർ പരിഹസിച്ചത്. അല്ലാതെ അവർക്ക് പരിഹസിക്കാൻ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. സേനയെ പരിഹസിക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യയെ പരിഹസിക്കാൻ അവർക്കുണ്ടായിരുന്ന എന്താണ്? മാധ്യമങ്ങളുടെ ക്ലിപ്പുകൾ. ഇത് ആഗോളതലത്തിൽ ഇവർ പ്രചരിപ്പിക്കുകയും ചെയ്തു. അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നമ്മളെ നാണം കെടുത്തുന്നതിൽ ഈ പറയുന്ന ഈ ജിങ്കോയിസ്റ്റുകളായ മാധ്യമങ്ങൾ വലിയ പങ്കുവഹിച്ചു എന്നുള്ളതാണ് ഈ മൊത്തം എപ്പിസോഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. നമ്മൾ ഈ സംഘർഷം ആരംഭിക്കുന്നത്, ഇന്ത്യ പാക് സംഘർഷം ആരംഭിക്കുന്നതിന് തലേ ദിവസം മല്ലികാർജ്ജുൻ ഖാർഗെ കൃത്യമായി പറഞ്ഞു ഈ കാര്യങ്ങളിൽ, ഈ ഇൻ്റലിജൻസ് വീഴ്ചയെക്കുറിച്ച്. പ്രധാനമന്ത്രിക്ക് പോലും ഇൻ്റലിജൻസ് വിവരം കിട്ടിയതിന് ശേഷം വന്ന വീഴ്ചയാണ് എന്ന മട്ടിൽ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് വലിയ രാഷ്ട്രീയ വിഷയമാകാൻ പോവുകയാണ്. അപ്പോൾ അവിടുത്തെ ഇൻ്റലിജൻസ് വീഴ്ച, പോലീസിങ്ങിൻ്റെ വീഴ്ച, അവിടുത്തെ സംസ്ഥാന സർക്കാർ അടക്കം ഉത്തരം പറയേണ്ട വിഷയങ്ങളുണ്ടതിൽ, സേനയുടെ വീഴ്ച, ഇതെല്ലാം ചോദ്യങ്ങളായി അവശേഷിക്കുകയാണ്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം വേണം. എവിടെയാണ് ഈ 4 ഭീകരർ എന്നുള്ളത് വേണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ എവിടെയെങ്കിലും പാകിസ്ഥാനോട് ഈ ഭീകരരെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഇനി പാകിസ്ഥാനിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അവരെവിടെ എന്നുള്ള ഒരു ചോദ്യം ഉന്നയിച്ചോ എന്നത് വേണം. നമ്മുടെ സൈനികർ എല്ലാവരും തിരികെ, പൈലറ്റുമാരെല്ലാം എത്തിയെന്ന് പറയുന്നു. അതിനപ്പുറത്ത് മറ്റാരെങ്കിലും അപ്പുറത്ത് കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങൾക്ക് ചോദ്യങ്ങൾ വേണം. അങ്ങനെ ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്.